ഞാനിപ്പോൾ നിൽക്കുന്നത് ജോസച്ചായന്റെ വീട്ടുമുറ്റത്താണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രാഗൺ എങ്ങനെ നടണം, ഏത് സൈസ് തിരഞ്ഞെടുക്കണം, അതിനെന്തെല്ലാം വളങ്ങൾ കൊടുക്കണം, താങ്ങുകാൽ എങ്ങനെ ഉപയോഗിക്കണം, ഒരു ചെടി നടുന്നത് മുതൽ അതിന്റെ വിളവെടുക്കുന്നതും വരെയുള്ള വിശദമായ വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക്, നമുക്കെല്ലാം, കർഷകർക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന്റെ വിശദമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ജോസ് തങ്കച്ചൻ എന്നാണ്. ഞാനിപ്പോൾ ഈ ഒരു മൂട് നട്ടിട്ട് 2022 നട്ടതാണ്. നട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് ഫലം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി മേടിച്ചതാണ് ഈ നിൽക്കുന്ന തൈകൾ. ഇതിൽ നിന്നും പിന്നെ ഞാൻ പ്രൂൺ ചെയ്തെടുത്തതാണ് നമ്മൾ താഴെ അവിടെ നട്ടിരിക്കുന്നത്. പിന്നെ ഒത്തിരി തൈകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ 2 വർഷം കൊണ്ട്. അപ്പൊ നമ്മൾ തൈ നടാൻ വേണ്ടി ഇതിന്റെ ഏതൊരു തണ്ടാ എടുക്കുന്നത്? അതെ, ഇത് നമ്മൾ തൈക്ക് വേണ്ടിയിട്ട് ഒരു നവംബർ ആകുമ്പോഴത്തേന് ഇതിന്റെ എല്ലാം നിൽക്കും. പിന്നെ ഏപ്രിൽ മുതൽ നവംബർ വരെ നമുക്ക് ഇതിനകത്തുനിന്ന് ഫലം കിട്ടും. വിളവെടുപ്പ് സമയമാണ്. വിളവെടുപ്പ്. അത് കഴിയുമ്പോൾ നമ്മൾ ഈ തണ്ട് മുറിക്കും. ഇവിടുന്ന് ഈ കായ ഒരടി ഇങ്ങോട്ട് മാറ്റി ഈ കായ ഇതുണ്ടായ ഇവിടുന്ന് മുറിച്ചിട്ട് നമ്മൾ ഇത്ര ഇഞ്ച് 10 ഇഞ്ച് അങ്ങനെയാണ് ഇതിന്റെ തൈ എടുക്കുന്നത്. അത് കായ്ച്ചത് മാത്രമേ നമ്മൾ കട്ട് ചെയ്യും. ഒരെണ്ണം കട്ട് ചെയ്ത് നടന്ന രീതി കാണിച്ചു തരാം. നമ്മൾ ഗ്ലൗസും ഒക്കെ ഇട്ടാണ് നമ്മളിത്. ഗ്ലൗസ് ഉണ്ട് ഇതിന്. എന്നിട്ട് അതിനെ കണ്ട് ഇവിടുന്ന് ചരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടുന്ന് ഒരു 10 ഇഞ്ച് അടുത്തത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. സൂഡോമോണസ് ലാനി ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നോക്കി ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്നിട്ട് അത് നടുന്ന രീതി തല തിരിയാതെ നടണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഈ മണ്ണിൽ ഒത്തിരി താഴെയുണ്ട്, ഒരുപാട് താഴെയുണ്ട്. വേണ്ട, ഇത്രയും താണങ്ങ് ഇങ്ങനെ നട്ട് വെച്ചാൽ മതി. ഇച്ചിരി ചരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ വളമൊക്കെ സാമ്പിൾ കാണിച്ചതാണ്. ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുത്ത ശേഷം ആ തണ്ട് മുറിച്ച് തൈ നടുന്ന രീതിയും കിളിർപ്പിക്കുന്ന രീതിയും കാണിച്ചു. ഇനി ആ കിളിർത്ത തൈ പോസ്റ്റിലേക്ക് എങ്ങനെ നടുന്ന എന്നൊന്ന് കാണിക്കാമോ? ഇത് നമ്മൾ ആദ്യം പോസ്റ്റ് 4x4 പോസ്റ്റ്, അതിൻ്റെ വണ്ണം ഒരു 7 അടി നീളം വേണം. 7.5 അടി നീളം വേണം. കുഴിയിലേക്ക് എത്ര? 1.5 അടി അങ്ങ് കുഴി പോകണം. ബാക്കി നമുക്ക് മേളിൽ 1.5 അടി കുഴി സമചതുരം എടുത്തിട്ട് ഇതിന് പോകുന്ന ആ സൈസിലെ കുഴി എടുത്തിട്ട് അവനെ അങ്ങ് ഇറക്കുക. എന്നിട്ട് പിന്നെ വളങ്ങൾ എന്തൊക്കെയാണ്? എന്നിട്ട് നമ്മൾ ഇതിന്റെ ഒരു 50 സെന്റ് വിസ്തീർണത്തിൽ അങ്ങ് ഈ കുമ്മായം ചേറിയിട്ട് ഒരു 1/2 കിലോ കുമ്മായം ഇട്ടിട്ട് കൊത്തിക്കിളക്കി ഇടുക. 10 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ മണ്ണ് കുറച്ച് മാറ്റിക്കെട്ട്, ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂട്ടിട്ട് ഈ 4 മൂട് കവറ് കളഞ്ഞിട്ട് വെച്ച് മണ്ണ് അങ്ങ് ഇടുക. എന്നിട്ട് അതിലോട്ട് ഈ ദണ്ട് ഇതിലോട്ട് പിടിച്ച് കെട്ടിയേക്കണം. കെട്ടി അങ്ങ്. എത്ര നാളാകുമ്പോ ഇങ്ങനെ മുകളിൽ വരും? ഇത് ഒരു 3-4 മാസമൊക്കെ ആകുമ്പോഴത്തേനും മേളി വരും. മേളി വന്ന് കിഴങ്ങ് പൊട്ടും. പിന്നെ പൂവൊക്കെ വരാൻ എത്ര സമയം എടുക്കും? കഴിക്കാൻ ഇത് 6 മാസം കൊണ്ട്. അത് നട്ട് 6 മാസം കൊണ്ട് എനിക്ക് കിട്ടിയതാണിത്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് പോയി മേടിച്ചതാ. യൂട്യൂബിൽ ഇത് കണ്ടിട്ട് ഞാൻ സൗദിയിൽ നിൽക്കുമ്പോഴേ ഈ യൂട്യൂബിൽ ഇത് വലിയ ഇഷ്ടമാണ് കാണാൻ. ഇതിന്റെ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നതും ആ താമര വിരിഞ്ഞ് നിൽക്കുന്ന മാതിരി അതിന്റെ പൂ നിൽക്കുന്നത്. അതൊരു രാത്രി 8 മണിയാകുമ്പോൾ ഇത് വിരിയും. പിറ്റേന്ന് നേരം വെളുത്ത് 8 മണിയാകുമ്പോഴത്തേന് ഇത് വാടും. അപ്പോൾ തേനീച്ചകളൊക്കെ ഇനി വരും, വന്ന് അത് പരാഗണങ്ങളൊക്കെ നടന്നോളും. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ താങ്ങുകാലായിട്ട് എന്തുപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്? ഏറ്റവും നല്ലത് കോൺക്രീറ്റ് തൂണാണ് ഏറ്റവും നല്ലത്. പിന്നെ PVC പൈപ്പേലും ഇപ്പോൾ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. PVC പൈപ്പ് കുഴിച്ചിട്ടിട്ട് അതിനകത്ത് കോൺക്രീറ്റ് ഇട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി തടികളോ ഇരുമ്പ് പൈപ്പോ ഒന്നും പറ്റത്തില്ല. കാരണം അത് തുരുമ്പ് പിടിച്ച് മറിയാനുള്ള സാധ്യതയുണ്ട്. ഇത് 10-20 വർഷം ഈ ചെടി നിലനിൽക്കും. അവർ പറയുന്നത് 20 വർഷത്തോളം നിൽക്കുമെന്നാണ്. അപ്പം 20 വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒടിഞ്ഞു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പിന്നെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. കാരണം മുള്ളുള്ള ചെടിയല്ലേ. അത് കാരണം ആര് ചെയ്താലും നല്ല കോൺക്രീറ്റ് കാലിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കോൺക്രീറ്റ് തൂണല്ലോ അല്ലെങ്കിൽ പിന്നെ PVC പൈപ്പ് ഇട്ടിട്ട് അതിനകത്ത് കോൺക്രീറ്റും കമ്പി ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
മറ്റേത് 4 വർഷമോ 5 വർഷം കഴിയുമ്പോൾ. അതുപോലെ ഇതിന് മുകളിൽ ടയർ വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ടയർ. ഈ ടയറിന് പകരം വേറെ എന്തെങ്കിലും സംവിധാനം പറ്റുമോ? ടയറിന് പകരം ചിലവർ ഇതേ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്, റൗണ്ടിൽ കോൺക്രീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് വലിയ ജോലി ഒക്കെയാണ്. അതിനാണ് ഇപ്പോൾ ഈ ടയർ അങ്ങ് വെക്കുന്നത്. ടയറാകുമ്പോൾ രണ്ട് കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അതിന്റെ പുറത്ത് നമുക്ക് ടയർ അങ്ങ് വെച്ചാൽ മതി. ഇത് ഈ കാലിന്റെ മുകളിൽ എങ്ങനെ 4 കമ്പി ഇങ്ങനെ? 4 കമ്പിയുണ്ട്. 12ന്റെ ഞാൻ 2 കമ്പിയായിട്ടേക്കുന്നു. ഇവിടെ അടിയിലുണ്ട്. 12ന്റെ 2 കമ്പിയാണ്. വെയിറ്റ് വന്നാലും പിടിച്ച് നിൽക്കും. അതിനാണ് 12 mm-ന്റെ 2, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ പുറത്താണ് ടയർ. ഈ മഴ സമയത്തെ ഇതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വരാറുണ്ടോ? ശരിക്കും മഴ പെയ്യുമ്പം ഇതിന് കുഴപ്പമില്ല. പക്ഷെ താഴെ വെള്ളം കെട്ടി നിൽക്കരുത്. ഇതിന്റെ മൂട്ടിൽ വെള്ളം കെട്ടി കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് പഴുത്തു പോകും. ഇതങ്ങ് പഴുക്കും. അതിനാണ് നമ്മൾ ഞാൻ മണ്ണ് കൂട്ടി കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാൽ കുഴപ്പമില്ല. വെള്ളം നല്ല നീർവാഴ്ചയുള്ള സ്ഥലത്ത് വേണം. അങ്ങനെയുള്ളത് വേണം ഇത് നടാൻ. നല്ല ഉണക്കാണേലോ? ഉണക്കാണേലും പ്രശ്നമൊന്നുമില്ല. ഉണക്കാണേലും ഇത് വല്ലപ്പോഴും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം വേണമെന്നില്ല. ഒന്നട വിട്ടൊക്കെ ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ല, വെള്ളത്തിന്റെ ആവശ്യമേ ഇല്ല. ആവശ്യമില്ലെന്നല്ല, എന്നുവെച്ചാൽ മറ്റുള്ള ചെടിയുടെ കൂട്ടല്ല. ഇപ്പൊ ഇന്ന് ഒഴിച്ചാൽ നാളെ ഒഴിക്കണമെന്നില്ല, മറ്റന്നാൾ ഒഴിക്കണമെന്നില്ല. അതിന്റെ പിറ്റേന്ന് ഒഴിച്ചാലും മതി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇതിപ്പോ ഏകദേശം എത്ര മൂടുകളുണ്ട്? ഇതിപ്പോ ഞാൻ ഇവിടെ 15 മൂട് വെച്ചിട്ടുണ്ട്. അവിടെ അതിന്റെ ബാക്കിയുണ്ട്. ഏറ്റവും നല്ല വളം ഏതാണ്? ഇതിന് നല്ല വളം കോഴിവളം നല്ല വളമാണ്. പിന്നെ ആട്ടിൻ കാഷ്ടമൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ പച്ചച്ചാണകനുണ്ട്. ചാണകം കൊണ്ടുവന്ന് കടലപ്പിണ്ണാക്ക് കൂടി ഇട്ട് അതിനെ മിക്സ് ചെയ്ത് വെക്കുന്നു 3 ദിവസം. എന്നിട്ട് പിന്നെ അവനെ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് 3 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അതിനെ ഇതിന്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ മാസത്തിൽ അതോ 15 ദിവസം ഇരിക്കുമ്പോഴോ 1 മാസം ഇരിക്കുമ്പോഴോ ഒക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് എന്തെങ്കിലും ചപ്പിടുവോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അതൊന്നും വേണമെന്നില്ല. ഒന്നുമില്ല. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ വേര് മുകളിലാണ്, അധികം താഴെയല്ലേ? അല്ല, ഇത് ഇത്ര ഇടത്തേ വരത്തുള്ളൂ. വേര് താപ്പോട്ട് പോകത്തില്ല. ഇതെല്ലാം ഇപ്പം പൂ കൊഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ ആഴ്ച പൂ വിരിഞ്ഞതാണ്. എത്ര ഒരു 1.5 മാസം വേണോ? ഈ മാസം ലാസ്റ്റോട് കൂടി ഇത് ഏകദേശം 2 മാസം കൊണ്ട് ഇത് വിളവെടുക്കാം. ഇതിന്റെ മുട്ട് വന്നാൽ 2 മാസം കൊണ്ട് വിളവെടുക്കാം. ഈ ഓരോ തണ്ടിലും കായ് വരും ഇല്ലേ? ഓരോ തണ്ടിലും വരും. ഉണ്ടോ, ചിലതിൽ 1 ഉണ്ട്, ചിലതിൽ 2 ഉണ്ട്. അങ്ങനെ വരും. ഇത് ഇപ്പൊ വെച്ചിട്ട് ഞാൻ 2 വർഷമേ ആവുന്നുണ്ട്. ഇതിപ്പോ 2ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ഒരു 15 കിലോളം ഇവിടുന്ന് കിട്ടി. ഇപ്രാവശ്യം ഒരു 50 കിലോ ആണ് പ്രതീക്ഷിക്കുന്നത്. തുടക്കത്തിൽ ഇത് എങ്ങനെയായിരുന്നു ഇതൊക്കെ നടുന്ന രീതി, ഇതൊക്കെ തണ്ട് സംഘടിപ്പിച്ചത്? ഇത് ഞാൻ യൂട്യൂബ് കണ്ടാണ് ഇത് എല്ലാം പഠിച്ചത്. നമ്മൾ എപ്പോഴും ഇട്ട് വെട്ടി ഇളക്കി ഇത് മൊത്തം വേരാ. ഇവിടെ എല്ലാം വേരാ. കണ്ടോ, ഇതെല്ലാം വേരാ. ഇതെല്ലാം വേരാണ്. അപ്പൊ നമുക്ക് ഇത് കിളയ്ക്കാൻ പറ്റത്തില്ല. അതിനാണ് ആദ്യം ചകിരിച്ചോറും ഒക്കെ ഇട്ട് വളം കൂടുതലിട്ട് നടും. ഇതിന് വരുന്ന പ്രധാന കീടശല്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ ഇത് ഞാൻ നട്ടത്തിൽ വലിയ കീടശല്യം ഇല്ല. ഇതിനകത്തിൽ ഒച്ചെന്ന് പറഞ്ഞ ഒരു ജീവിയുണ്ട്. അത് കയറി ഇതിന്റെ ഇല കട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഉപ്പ് കലക്കി ഒഴിച്ചു കൊടുക്കും. ഉപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ മതി, അതങ്ങ് പൊയ്ക്കോളും. ഈച്ച ശല്യം ഉണ്ടാവത്തില്ല, വവ്വാല് വന്ന് കൊണ്ടുപോകത്തില്ല, അണ്ണാനങ്ങെന്നുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ഫലമാണ് ഇത്. തണ്ടളിഞ്ഞത് ഇങ്ങനെ ചിതല് വരുന്നത് പോലെ അങ്ങനെയൊന്നും വരാറില്ല? ഇതിനൊന്നും വന്നിട്ടില്ല. എൻ്റെ ആണ്ടിനകത്തൊന്നും വന്നിട്ടില്ല. പിന്നെ സൂഡോമോണസ് ഇടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പോൾ ശകലം കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കും. 5 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും എല്ലാത്തിനും. അത്രയൊക്കെ ഉള്ളു. അല്ലാതെ ഇതിന് നമ്മുടെ അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ പഴുത്ത് കഴിയുമ്പോൾ ഈ കളർ വരും. അങ്ങനെയുണ്ട്. നല്ല മധുരം. സൂപ്പർ. ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. കൊള്ളാം.
ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനത്തെക്കാൾ ഉപരി ഇതൊരു സന്തോഷമല്ലേ ഇത് ചെയ്യുന്നത്? ഇത് മനസ്സിന് നല്ല സന്തോഷം തരുന്ന ഒരു കൃഷിയായത്. ഇതിന്റെ പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോഴും ഒക്കെ നമുക്കൊരു സന്തോഷമാണ്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കൂട്ടുകാരും അതിൻ്റെ തയ്യാന്നേലും കായും എല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആൾക്കാർ. ഇത് നല്ല ഫലമുള്ള ഒരു ഫ്രൂട്ട്സാണ്. അപ്പൊ ഈ ചുരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛാ, ഈ ഡ്രാഗൺ കൃഷിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഘടകം എന്താണ്? ഇതിന്റെ താങ്ങുകാലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. താങ്ങുകാല് കോൺക്രീറ്റ് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം 10-20 വർഷം ഈ ചെടി നിലനിൽക്കേണ്ടതാണ്. ആരോഗ്യത്തോട് ഇതിപ്പോ ഇങ്ങനെ കാണുന്നെങ്കിൽ ഇതിന് നല്ല ഭാരമുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. 100 കിലോ അടുത്ത് വെയിറ്റ് ഇപ്പൊ താങ്ങി നിൽപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് കോൺക്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും സംശയം കർഷകർക്കുണ്ടെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യാനും അത് മറ്റുള്ളവർക്ക് അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി, നമസ്കാരം.